ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഒരു സ്റ്റോറിയാണ്. ദ ജംഗിൾ ഫൈറ്റ് എന്നാണ് ഈ ഒരു സ്റ്റോറിയുടെ പേര്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇത്രയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കാട്, ഒരു ജംഗിൾ, അവിടേക്ക് ഒരു ഡ്രമ്മർ വരികയാണ്. ഡ്രമ്മർ എന്ന് പറഞ്ഞാൽ ചെണ്ടക്കാരൻ, രാജാവ് അയക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഡ്രമ്മറിനെ കാട്ടിലേക്ക്. എന്തിനാണെന്ന് വെച്ചാൽ രാജാവിന് താലോലിക്കാൻ വേണ്ടിയിട്ട് രാജാവിനൊരു പെറ്റിനെ വേണം. ഈ ഒരു ജംഗിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ആനിമലിനെ വേണം. അപ്പോൾ ഈ ഒരു ചെണ്ടക്കാരൻ ഡ്രമ്മർ വന്നിട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടും. എന്നിട്ട് അവരോട് പറയുകയാണ് ഇങ്ങനെ രാജാവിനൊരു പെറ്റിനെ വേണം എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു പെറ്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രമ്മർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാട്ടിലുള്ള മൃഗങ്ങളുണ്ടല്ലോ അവർ പരസ്പരം ഫൈറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ ആരാണോ വിജയിക്കുന്നത് ആ ആളെ ആയിരിക്കും ആരായിട്ട് ചൂസ് ചെയ്യുക, പെറ്റായിട്ട് ചൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതുവരെ ഫൈറ്റ് കണ്ടത് ആരുടെയൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് ലയണും എലഫൻറ്റും, അതായത് ആനയും സിംഹവും. അപ്പോൾ അതിൽ വിജയിക്കുന്നത് ആരാണ്? സിംഹമാണ്. പിന്നീട് ഈ വിജയിച്ച സിംഹവും അടുത്ത് വരുന്ന ആളുമായിട്ടാണ് മത്സരിക്കേണ്ടത്. അപ്പോൾ ഈ സിംഹത്തിൻ്റെ അടുത്തേക്ക് പിന്നെ മത്സരിക്കാൻ വരുന്നത് ടൈഗറാണ്. ടൈഗർ എന്ന് പറഞ്ഞാൽ കടുവ അല്ലേ. അപ്പം ഈ ഒരു മത്സരത്തിൽ സിംഹവും കടുവയും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുക ആരാണ്? കടുവയാണ്. അപ്പോൾ കടുവേനോട് പിന്നെ മത്സരിക്കാൻ ഫൈറ്റ് ചെയ്യാൻ വരുന്നത് ആരാണ്? ബെയറാണ്. ബെയർ എന്ന് പറഞ്ഞാൽ കരടി. അപ്പോൾ അതിൽ വിജയിക്കുക ആരാണ്? കരടിയാണ്. പിന്നെ കരടിയും ജിറാഫും മത്സരിക്കും. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു പേജാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വിജയിക്കുക ആരാണ്? ജിറാഫാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇത്രയും നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലായത് എന്താണ്? വലിപ്പത്തിലല്ല കാര്യം, മൃഗത്തിൻ്റെ വലിപ്പത്തിലല്ല, അതിൻ്റെ ബുദ്ധിയിലാണ് കാര്യം. ബുദ്ധി വെച്ചിട്ടാണ് ഓരോരുത്തരും വിജയിച്ച് വന്നിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് തന്നെ ആരായിരുന്നു? ആനയും സിംഹമായിരുന്നു. ആനയ്ക്കല്ലേ വലിപ്പം കൂടുതൽ, വലുതല്ലേ ആന. പക്ഷേ എന്താണ്? സിംഹമാണ് വിജയിച്ചത്. അപ്പോൾ അതേപോലെ ഓരോരുത്തരും വലിപ്പത്തിനനുസരിച്ചിട്ടല്ല, അവരുടെ ബുദ്ധിക്കനുസരിച്ചാണ് വിജയിച്ച് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഹു ഈസ് റെഡി ടു ഫൈറ്റ് വിത്ത് ജിറാഫ്? ആരാണ് ജിറാഫുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്? ആരാണ്? പിക്ചറിൽ നമുക്ക് കാണാം അല്ലേ, ഒരു ബുള്ളാണ് അല്ലേ. ബുള്ളെന്ന് പറഞ്ഞാൽ കാള. ഓക്കെ, വിൽ ദ ബുൾ ബീറ്റ് ദ ജിറാഫ്? ജിറാഫിനെ ഈ ഒരു ബുള്ള് തോൽപ്പിക്കുമോ? കാള തോൽപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. കം ഫൈറ്റ് വിത്ത് മീ. ദ ബുൾ ഷൂക്ക് ഹിസ് ഹെഡ് ആൻഡ് ജംപ്ഡ് ഫോർവേഡ്. അപ്പോൾ ബുള്ള് പറയാണ്, കം വരൂ, വന്നിട്ട് ഫൈറ്റ് വിത്ത് മീ, എന്നോട് ഫൈറ്റ് ചെയ്യൂ. ദ ബുൾ ഷൂക്ക് ഹിസ് ഹെഡ്. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇളക്കുക, ഷൂക്ക് എന്ന് പറഞ്ഞാൽ ഇളക്കി. എന്താ ചെയ്തത്? ബുള്ള് അതിൻ്റെ തല, ഹെഡ് എന്ന് പറഞ്ഞാൽ തല ഇങ്ങനെ ഇളക്കി. ആൻഡ് ജംപ്ഡ് ഫോർവേഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ചാടി, മുന്നോട്ട് ചാടി. ആർ യു ചലഞ്ചിങ് മീ? ദ ജിറാഫ് ആസ്ക്ഡ് ആംഗ്രിലി. അപ്പോൾ ജിറാഫ് ചോദിക്കുകയാണ്, എന്താ ചോദിച്ചാൽ? ആർ യു ചലഞ്ചിങ് മീ? ചലഞ്ചിങ് മീൻസ് എന്താണ്? നീ എന്നെ വെല്ലുവിളിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ദ ജിറാഫ് ആസ്ക്ഡ് ആംഗ്രിലി. ആംഗ്രിലി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി ജിറാഫ് ചോദിച്ചു. ഐ ആം ദ ടോളസ്റ്റ്, നോ വൺ ക്യാൻ ബീറ്റ് മീ. അപ്പോൾ ജിറാഫ് അഹങ്കാരത്തോടു കൂടി പറയാണ്, ഐ ആം ദ ടോളസ്റ്റ്, ഞാനാണ് ഏറ്റവും ഉയരമുള്ള ആൾ. നോ വൺ ക്യാൻ ബീറ്റ് മീ, ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാണ് ആര്? ജിറാഫ്. ദ ജിറാഫ് സ്റ്റെപ്ഡ് ഫോർവേഡ്. അതായത് ജിറാഫ് മുന്നോട്ട് വന്നു. തഡ് ദ ബുൾ ബട്ടഡ് ഹിസ് ഹോൺസ് ഓൺ ദ ജിറാഫ്. അപ്പോൾ തഡ് എന്നുള്ളത് ഒരു ശബ്ദമാണ്. എന്താണെന്ന് വെച്ചാൽ ദ ബുൾ ബട്ടഡ് ഹിസ് ഹോൺസ്. ഹോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുള്ളിൻ്റെ കൊമ്പുണ്ടല്ലോ, കൊമ്പിനെയാണ് പറയുന്നത്. ബട്ടഡ് എന്ന് പറഞ്ഞാൽ കുത്തി. അപ്പോൾ ഈ ഒരു കാള അതിൻ്റെ കൊമ്പ് വെച്ച് കുത്തി ഓൺ ദ ജിറാഫ്, ജിറാഫിനെ കുത്തി. ദ ജിറാഫ് ഫെൽ ഡൗൺ. ജിറാഫിന് എന്ത് സംഭവിച്ചു? ആ കുത്തിയതിൻ്റെ ആ ശക്തിയിൽ ജിറാഫ് താഴെ വീണു. ഹി ഹൗൾഡ് വിത്ത് പെയിൻ. ഹൗൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞു, നിലവിളിച്ചു എന്നുള്ളതാണ്. വിത്ത് പെയിൻ, വേദന കൊണ്ട് ജിറാഫ് കരഞ്ഞു എന്ന് പറയാണ്. താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ഹൗ ഡിഡ് ദ ബുൾ ബീറ്റ് ദ ജിറാഫ്? എങ്ങനെയാണ് ബുള്ള് ജിറാഫിനെ തോൽപ്പിച്ചത്? എങ്ങനെയാണ്? അതിൻ്റെ കൊമ്പ് കൊണ്ട് കുത്തി താഴെ ഇട്ടു അല്ലേ. വിൽ എനിബഡി ചാലഞ്ച് ദ ബുൾ? ഇനി ഈ ഒരു കാളേനെ ആരെങ്കിലും ചാലഞ്ച് ചെയ്യാൻ വരുമോ? ഒരു കാളേനെ വെല്ലുവിളിക്കാൻ വരുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൂ ആർ ഫൈറ്റിംഗ് വിത്ത് ഈച്ച് അതർ? ആരൊക്കെയാണ് ഇവിടെ പരസ്പരം മത്സരിക്കാൻ പോകുന്നത് എന്നാണ് ചോദ്യം. ആരൊക്കെയാണ്? ഇവിടെ ബുള്ളുണ്ട്, പിന്നെ വന്നിട്ടുള്ളത് ആരാണ്? ഒരു ഹോഴ്സാണ്, കുതിരയാണ് അല്ലേ.
ഹു ഡു യു തിങ്ക് ഈസ് ദ സ്ട്രോങ്ങർ? ആരാണ് സ്ട്രോങ്ങർ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് ചോദ്യം. അത് ആൻസർ ചെയ്യുക കേട്ടോ. കം ഓൺ, ഹു ഈസ് ദ നെക്സ്റ്റ് ഫൈറ്റർ? ദ ബുൾ ബെലോഡ്. അപ്പോൾ ബുള്ള് പറയാണ് കം ഓൺ, ഹു ഈസ് ദ നെക്സ്റ്റ് ഫൈറ്റർ? ആരാണ് അടുത്തത് വരാൻ പോകുന്നത്? അടുത്ത ഫൈറ്റർ ആരാണ് എന്നോട് മത്സരിക്കാൻ വരാൻ പോകുന്നത്? ദ ബുൾ ബെലോഡ്. ബെലോഡ് മീൻസ് അത് ഈ ഒരു കാളയുടെ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ മുക്കറ ഇട്ടെന്നൊക്കെ പറയില്ലേ, അതാണ്. അങ്ങനെ അത് ശബ്ദമുണ്ടാക്കി. ഐ എം ഹിയർ ടു ഫൈറ്റ് വിത്ത് യു, ദ ഹോഴ്സ് നെയ്ഡ്. നെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് കുതിരേൻ്റെ ശബ്ദമാണ് കേട്ടോ. അപ്പോൾ കുതിര ശബ്ദമുണ്ടാക്കി. എന്താ പറഞ്ഞത്? ഐ എം ഹിയർ ടു ഫൈറ്റ് വിത്ത് യു, ഞാനുണ്ട് ഇവിടെ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എന്ന് പറയാണ്. ദ ബുൾ ആൻഡ് ദ ഹോഴ്സ് സ്റ്റുഡ് ഫേസ് ടു ഫേസ്. അപ്പം കുതിരയും കാളയും ഫേസ് ടു ഫേസ് നിന്നു, അതായത് മുഖാമുഖം നിന്നു. ദ ബുൾ റഷ്ഡ് ടു ദ ഹോഴ്സ്. ബുള്ള് കാള എന്ത് ചെയ്തു? റഷ്ഡ് ടു ദ ഹോഴ്സ്, ഹോഴ്സിൻ്റെ അടുത്തേക്ക്, കുതിരയുടെ അടുത്തേക്ക് കുതിച്ചു. അപ്പോൾ ദ ഹോഴ്സ് സ്റ്റെപ്ഡ് അസൈഡ്. അപ്പോൾ ഹോഴ്സ് എന്ത് ചെയ്തു? ഈ ഒരു കാള അങ്ങനെ കുതിച്ചു വരുന്ന സമയത്ത് സൈഡിലേക്ക് അങ്ങ് ഒരു വശത്തേക്കായിട്ട് അങ്ങ് മാറി. അപ്പോൾ എന്താ സംഭവിച്ചത്? തഡ്. അപ്പോൾ ഒരു ശബ്ദം ഉണ്ടായില്ലേ, അതെന്ത് ശബ്ദമാണ്? ദ ഹോഴ്സ് കിക്ക്ഡ് ദ ബുൾ ഓൺ ഹിസ് ബെല്ലി. ഹോഴ്സ് എന്ത് ചെയ്തു? കിക്ക് ചെയ്തു. കിക്ക് ചെയ്യാന്ന് വെച്ചാൽ തൊഴിച്ചു. എവിടെയാണ് തൊഴിച്ചത്? ദ ബുൾ ഓൺ ഹിസ് ബെല്ലി. ബുള്ളിൻ്റെ ബെല്ലിയിൽ, ബെല്ലി എന്ന് പറഞ്ഞാൽ വയറ്, അതായത് കാളയുടെ വയറ്റിൽ ഹോഴ്സ് തൊഴിച്ചു. ആ ശബ്ദമാണ് നമ്മൾ തഡ് എന്ന് കേട്ടത്. ദ ബുൾ ഫെൽ ഡൗൺ. അപ്പോൾ ബുള്ള് വീഴുകയാണ്, അതാണ് എന്നുള്ള ശബ്ദം കേട്ടോ. ദ ബുൾ ഫെൽ ഡൗൺ. ബുള്ള് താഴെ വീണു. അപ്പോൾ എന്തുകൊണ്ടാണ് താഴെ വീണത്? ആ ഒരു ഹോഴ്സ് കിക്ക് ചെയ്തു അതിൻ്റെ ബെല്ലിയിൽ, വയറ്റിൽ. അപ്പം ആര് വീണു? ബുള്ള് വീണു. ഓക്കെ. ഹൂം വിൽ ദ ഹോഴ്സ് ഫൈറ്റ് നെക്സ്റ്റ്? ആരാണ് ഇനി ഈ ഒരു ഹോഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഇസ് ദ ഹോഴ്സ് ലുക്കിംഗ് ബാക്ക്? എന്തുകൊണ്ടാണ് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം അല്ലേ, കുതിര പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം, കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഹുറേ ഹുറേ, ഐ വൺ നെയ്ഡ് ദ ഹോഴ്സ്. അപ്പോൾ ഹോഴ്സ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി. നെയ്ഡ് മീൻസ് അതിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അത് ശബ്ദം ഉണ്ടാക്കി. ഞാൻ വിജയിച്ചു എന്നുള്ള രീതിയിൽ ശബ്ദം ഉണ്ടാക്കി. നോട്ട് യെറ്റ് മൈ ഡിയർ, ദ ഫോക്സ് ജംപ്ഡ് ഇൻ ടു ദ ഫൈറ്റിംഗ് ഗ്രൗണ്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നത് ആരാണ്? ഫോക്സ് ആണ്. ഫോക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ അല്ലേ. കുറുക്കന് ആ ഒരു ഫൈറ്റിംഗ് ഗ്രൗണ്ടിലേക്ക്, ആ ഒരു ഫൈറ്റ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ചാടി വന്നുകൊണ്ട് പറയാണ് നോട്ട് യെറ്റ്, ഇതുവരെ ഇല്ല, മൈ ഡിയർ, നീ ജയിച്ചിട്ടില്ല, നീ ജയിക്കാനൊന്നും ആയിട്ടില്ല, ഞാൻ ഫൈറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ ഇതുവരെ നീ ജയിച്ചിട്ടില്ല എന്ന് പറയാണ്. ദ ഹോഴ്സ് സ്റ്റേർഡ് അറ്റ് ഹിം. സ്റ്റേർഡ് മീൻസ് തുറിച്ചു നോക്കുക. അപ്പോൾ ഹോഴ്സ് എന്ത് ചെയ്തു? ആ ഒരു ഫോക്സിനെ, കുറുക്കനെ ഇങ്ങനെ തുറിച്ചു നോക്കി. ദേ സ്റ്റുഡ് ഫേസ് ടു ഫേസ് റെഡി ടു ഫൈറ്റ്. അപ്പം അവരെന്ത് ചെയ്തു? ഫേസ് ടു ഫേസ് നിന്നു, അതായത് മുഖാമുഖം നിന്നു. റെഡി ടു ഫൈറ്റ്, പരസ്പരം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മുഖാമുഖം ഇങ്ങനെ നിന്നു. ഹേയ് ലുക്ക്, ദർ ഇസ് സംതിങ് ബിഹൈൻഡ് യു, ദ ഫോക്സ് സെഡ് കണ്ണിങ്ലി. അപ്പോൾ ഫോക്സ് പറയാണ്, കുതിരേനോട് പറയണേ, ലുക്ക് ദർ ഇസ് സംതിങ് ബിഹൈൻഡ് യു, നിൻ്റെ പുറകിലായിട്ട് എന്തോ ഒന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും തിരിഞ്ഞു നോക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഹോഴ്സ് എന്താ ചെയ്തത്? ഹോഴ്സും തിരിഞ്ഞു നോക്കി. ദ ഫോക്സ് സെറ്റ് കണ്ണിങ്ലി എന്ന് പറഞ്ഞാൽ, കണ്ണിങ്ലി എന്ന് പറഞ്ഞാൽ കൗശലത്തോടു കൂടി, സൂത്രശാലിയാണ് നമ്മളുടെ കുറുക്കൻ അല്ലേ, നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പം കൗശലത്തോടു കൂടി ഒരു തന്ത്രപരമായിട്ട് പറഞ്ഞതാണ് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? അറ്റ് വൺസ് ദ ഹോഴ്സ് ടേൺഡ് ആൻഡ് ലുക്ക് ബാക്ക്. അപ്പം പെട്ടെന്ന്, അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഹോഴ്സ് എന്ത് ചെയ്തു? ടേൺഡ്, തിരിഞ്ഞു, ആൻഡ് ലുക്ക്ഡ് ബാക്ക്, തിരിഞ്ഞ് പുറകിലേക്ക് നോക്കി. അപ്പോൾ ക്രഞ്ച്, അതൊരു ശബ്ദമാണ് അല്ലേ. ക്രഞ്ച് എന്നുള്ള ശബ്ദം ഉണ്ടായി. എന്താ സംഭവം? ദ ഫോക്സ് ബിറ്റ് ദ ഹോഴ്സസ് നെക്ക്. ഫോക്സ് എന്ത് ചെയ്തു? ഹോഴ്സിൻ്റെ, കുതിരയുടെ നെക്കിൽ, കഴുത്തിൽ അങ്ങോട്ട് കടിച്ചു. അതാണ് ക്രഞ്ച് എന്നുള്ള ശബ്ദം. ഓക്കെ. ദ ഹോഴ്സ് ഫെൽ ഡൗൺ. അങ്ങനെ ഹോഴ്സും താഴെ വീണു. ഹഹാ, ഐ എം ദ ഫൈനൽ വിന്നർ, ലാഫ്ഡ് ദ ഫോക്സ്. ഫോക്സ് പൊട്ടിച്ചിരിക്കുകയാണ്. ലാഫ്ഡ് മീൻസ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയാണ്, ഐ എം ദ ഫൈനൽ വിന്നർ, ഞാനാണ് അവസാനത്തെ വിജയി എന്ന് പറഞ്ഞു. വാട്ട് ഡിഡ് ദ ഫോക്സ് സേ? എന്താണ് ഫോക്സ് പറഞ്ഞത്? ഞാനാണ് അവസാനത്തെ വിന്നർ. വാട്ട് വാസ് ദ ഫോക്സസ് ട്രിക്ക്? അപ്പോൾ ഫോക്സിൻ്റെ ട്രിക്ക് എന്തായിരുന്നു എന്നാണ് ചോദ്യം. എന്താണ് അത്? നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം അല്ലേ. തിരിഞ്ഞ് പുറകിലേക്ക്, അവിടെ എന്തോ ഉണ്ട്, പിറകിൽ എന്തോ ഉണ്ടെന്ന് ഫോക്സ് പറയുന്നതാണ് അതിൻ്റെ ട്രിക്ക്. അപ്പം സ്വാഭാവികമായിട്ട് ആരായാലും തിരിഞ്ഞു നോക്കും. അതുപോലെ കുതിരയും തിരിഞ്ഞു നോക്കി. അപ്പം കഴുത്തിന് കടി കിട്ടി. അപ്പം അതായിരുന്നു ഫോക്സിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. അവിടെ ഒരു സൂത്രം പ്രയോഗിച്ചതാണ്. എന്നിട്ടാണ് ഇവിടെ വിജയിച്ചത് അല്ലേ. തിരിഞ്ഞു നോക്കിയപ്പം കഴുത്തിലങ്ങ് കടിച്ചു, എന്നിട്ട് കുതിര വീഴുകയും ചെയ്തു. അപ്പോൾ അതാണ് ട്രിക്ക്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫോക്സ്? ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മുൻപിൽ.
ഓക്കെ, അപ്പോൾ ആരാണ് ഫോക്സിൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്നാണ്. ആരാണ്? ഒരു പൂച്ചയാണ് അല്ലേ, ക്യാറ്റാണ്. ഇനി എന്താണ്? ഈസ് ഹീ ഗോയിങ് ടു ഫൈറ്റ് വിത്ത് ദ ഫോക്സ്? ആ ഒരു പൂച്ച ആ ഒരു ഫോക്സുമായിട്ട് ഫൈറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. വാട്ട് ആർ ദ അതർ ആനിമൽസ് ഡൂയിങ്? ബാക്കിയുള്ള ആനിമൽസൊക്കെ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് കഥ വായിച്ച് നോക്കാം എന്താണ് എന്നുള്ളത്. മ്യാവ് മ്യാവ്, വിൽ യു ഗിവ് മീ എ ചാൻസ്? അപ്പോൾ മ്യാവ് മ്യാവ് എന്നുള്ള ആരുടെ ശബ്ദമാണ്? പൂച്ചയുടെ ശബ്ദമാണ്. അത് നമുക്കറിയാം അല്ലേ. വിൽ യു ഗിവ് മീ എ ചാൻസ്? എനിക്കൊരു ചാൻസ് തരുമോ ഫൈറ്റ് ചെയ്യാനായിട്ട് എന്ന് ആ ഒരു പൂച്ച ചോദിക്കുകയാണ്. ദ കാറ്റ് സ്റ്റെപ്ഡ് ഫോർവേഡ്. എന്ത് ചെയ്തു പൂച്ച മുൻപോട്ട് വന്നു. യാ ഹാ ഹാ, എവറിബഡി ലാഫ്ഡ് അറ്റ് ദ കാറ്റ്. ലാഫ്ഡ് അറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നുള്ളതാണ് കേട്ടോ. ലാഫ്ഡ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക എന്നുള്ളതാണ്. ലാഫ്ഡ് അറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? എവറിബഡി, എല്ലാവരും ലാഫ്ഡ് അറ്റ് ദ കാറ്റ്. എല്ലാവരും ആ ഒരു കാറ്റിനെ പരിഹസിച്ചു ചിരിക്കുകയാണ്, ഹഹാ എന്ന്. ഐ ക്യാൻ ത്രോ യു അപ്പ് ലൈക്ക് എ ഫെദർ. ഫെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൂവലാണ് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ ത്രോ യു അപ്പ് ലൈക്ക് എ ഫെദർ. എനിക്ക് നിന്നെ ഒരു തൂവൽ പോലെ ഇങ്ങനെ മുകളിലേക്ക് എറിയാൻ പറ്റും എന്ന് പറയാണ് ആര്? ഫോക്സ്. ദ ഫോക്സ് ത്രൂ ദ കാറ്റ് ഇൻ ടു ദ എയർ. അപ്പോൾ ഫോക്സ് എന്ത് ചെയ്തു? ആ ഒരു കാറ്റിനെ എയറിലേക്ക് ഇങ്ങനെ എറിഞ്ഞു, വായു മുകളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു. വൈ ഡിഡ് ഓൾ ദ ആനിമൽസ് ലാഫ്ഡ് അറ്റ് ദ കാറ്റ്? എന്തുകൊണ്ടാണ് എല്ലാ ആനിമൽസും ഈ ഒരു കാറ്റിനെ പരിഹസിച്ചത്? എന്തുകൊണ്ടാണ്? ഈ കാട്ടിലുള്ള എല്ലാ വീരന്മാരും വന്ന് പയറ്റി നോക്കിയതാണ്. ഇനിയിപ്പോൾ ഈ പൂച്ചയാണോ പോയിട്ട് വിജയിക്കാൻ പോകുന്നത് എന്നായിരിക്കും എല്ലാവരുടെയും മൈൻഡിലുണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലാവരും കളിയാക്കി ചിരിച്ചത് അല്ലേ. വിൽ ദ കാറ്റ് ബി ഏബിൾ ടു ഫൈറ്റ് വിത്ത് ദ ഫോക്സ്? ഈ ഒരു കാറ്റിന് ഫോക്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം ഇവർ ഫൈറ്റ് ചെയ്യുമോ, ആരാണ് വിജയിക്കുക എന്നുള്ളതൊക്കെ. ക്വസ്റ്റ്യൻസ് നോക്കാം. വേർ ഇസ് ദ കാറ്റ് നൗ? ഇപ്പോൾ കാറ്റ് എവിടെയാണുള്ളത്? ഫോക്സ് എടുത്ത് എയറിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഇപ്പം മുകളിലാണല്ലേ ഉള്ളത്, എയറിലാണ് ഉള്ളത്. നമുക്ക് പിക്ചറിൽ കാണാം. വിൽ ഹി ഫൈറ്റ് വിത്ത് ദ ഫോക്സ്? ഈ ഒരു പൂച്ച ഫോക്സുമായിട്ട് ഫൈറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഫൈറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ദ കാറ്റ് ലാൻഡഡ് ഓൺ ഹിസ് പോസ്. പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളുടെ മുന്നിലുള്ള രണ്ട് കൈകളെയാണ് പോസ് എന്ന് പറയാം, മുൻകൈകളെയാണ് പോസ് എന്ന് പറയാം. അപ്പോൾ കാറ്റ് എങ്ങനെയാണ് ലാൻഡ് ചെയ്തത്? അതിൻ്റെ മുന്നിലുള്ള രണ്ട് കൈകൾ, മുൻകൈകൾ കുത്തിയിട്ടാണ് കാറ്റ് താഴെ വീണത്. ദ ഫോക്സ് ഗോട്ട് ആംഗ്രി. അപ്പം അങ്ങനെ വീണപ്പോൾ ഫോക്സിന് ദേഷ്യം വന്നു. എന്താണ്? പുറമടിച്ച് വീണാൽ മാത്രമാണ് തോൽക്കുക അല്ലേ. അപ്പോൾ ഈ പൂച്ച എങ്ങനെയാണ് വീണത്? 4 കാലിലാണ് വീണത് അല്ലേ. അപ്പോൾ അങ്ങനെ മുൻകൈ കുത്തി വീഴുന്നത് കൊണ്ട് പൂച്ച തോറ്റിട്ടില്ല. അതുകൊണ്ടാണ് ഫോക്സിന് ദേഷ്യം പിടിച്ചത്. ഹിയർ യു ഗോ അപ്പ് എഗെയിൻ. അങ്ങനെയാണെങ്കിൽ നീ ഒന്നും കൂടെ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പിന്നെയും എടുത്ത് മുകളിലേക്ക് എറിയാണ്. വൺസ് അഗെയിൻ ഹീ കോട്ട് ദ കാറ്റ് ആൻഡ് ത്രൂ ഹിം അപ്പ്. അപ്പം ഒരു പ്രാവശ്യം കൂടി ഈ ഒരു കാറ്റിനെ ഫോക്സ് പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ത്രൂ ഹിം അപ്പ്, എന്നിട്ട് മുകളിലേക്ക് എറിഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ നീ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. എഗെയിൻ ദ കാറ്റ് ലാൻഡഡ് ഓൺ ഹിസ് 4 legs. വീണ്ടും എന്ത് സംഭവിച്ചു? അഗെയിൻ വീണ്ടും ദ കാറ്റ് ലാൻഡഡ് ഓൺ ഹിസ് 4 legs. 4 കാലും കുത്തിയിട്ടാണ് പിന്നെയും ഈ ഒരു പൂച്ച താഴെ വീണത്. പൂച്ചേനെ എങ്ങനെ എടുത്തെറിഞ്ഞാലും അത് 4 കാലും കുത്തിയാണ് കേട്ടോ വീഴുക. അപ്പോൾ അടിച്ച് വീണിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ഒരു മത്സരത്തിൽ തോൽക്കുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്? പൂച്ച 4 കാലും കുത്തി തന്നെയാണ് വീഴുന്നത്. ഹി ലാഫ്ഡ് അറ്റ് ദ ഫോക്സ്. അപ്പോൾ പൂച്ച ലാഫ്ഡ് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഹസിക്കുക അല്ലേ. പൂച്ച എന്ത് ചെയ്തു? ഫോക്സിനെ നോക്കിയിട്ട് പരിഹസിച്ച് ചിരിക്കുകയാണ്. ദിസ് മെയ്ഡ് ദ ഫോക്സ് മോർ ആംഗ്രി. അപ്പം ഈ ഒരു ചെറിയ പൂച്ച ഫോക്സിനെ നോക്കി ഇങ്ങനെ പരിഹസിക്കുന്നത് കണ്ടിട്ട് ഈ ഒരു ഫോക്സിന് എന്ത് ചെയ്തു? കൂടുതൽ ദേഷ്യം വന്നു. മോർ ആംഗ്രി, കൂടുതൽ ദേഷ്യം വന്നു. ഹി ത്രൂ ദ കാറ്റ് അപ്പ് സെവറൽ ടൈംസ്. അപ്പം ഒരുപാട് പ്രാവശ്യം, സെവറൽ ടൈംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഈ പൂച്ചേനെ ഫോക്സ് എടുത്ത് എന്ത് ചെയ്തു? മുകളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു. ബട്ട് ദ കാറ്റ് ഓൾവേസ് ലാൻഡഡ് ഓൺ ഹിസ് പോസ്. പക്ഷേ ഈ പൂച്ച എങ്ങനെയാണ്? എപ്പോഴും അതിൻ്റെ മുൻകൈകൾ കുത്തിയിട്ട് തന്നെയാണ് താഴേക്ക് വീഴുന്നത്, പുറമടിച്ചല്ല. വൈ ഡിഡ് ദ ഫോക്സ് ഗെറ്റ് ആംഗ്രി? എന്തുകൊണ്ടാണ് ഫോക്സിന് ദേഷ്യം വന്നത്? പൂച്ച പുറമടിച്ച് വീഴാത്തതുകൊണ്ട് അല്ലേ. പുറമടിച്ച് വീണാലാണ് തോൽക്കുക, മുൻകൈകൾ കുത്തിയിട്ടാണ് വീഴുന്നത്. അതുകൊണ്ടാണ് ഫോക്സിന് ദേഷ്യം വരുന്നത്. ഫോക്സിന് വിജയിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട്. വൈ ഡിഡ് ദ ഫോക്സ് ത്രോ ദ കാറ്റ് അപ്പ് സെവറൽ ടൈംസ്? കുറേ പ്രാവശ്യം എന്തിനാണ് ഈ ഒരു കാറ്റിനെടുത്ത് മുകളിലേക്ക് എറിഞ്ഞത്? എന്തുകൊണ്ടാണ്? പൂച്ച തോൽക്കുന്നില്ല, പുറമടിച്ച് വീഴുന്നില്ല അല്ലേ, അതുകൊണ്ട്. വാട്ട് വിൽ ദ ഫോക്സ് ഡു നൗ? ഇനിയിപ്പം ഈ ഒരു ഫോക്സ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോക്സ് ഡൂയിങ്? എന്താണ് ഫോക്സ് ചെയ്യുന്നത്? വിൽ ദ ഫോക്സ് ബി ദ വിന്നർ? ഫോക്സ് ആയിരിക്കുമോ വിജയിക്കുക, വിന്നർ ആവുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം.
Can you jump up and land on your legs? The cat challenged the fox. അപ്പോൾ കാറ്റ് ഫോക്സിനെ ചലഞ്ച് ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്. എന്ത് ചോദിച്ചിട്ടാണ് വെല്ലുവിളിക്കുന്നത്? ക്യാൻ യു ജംപ് അപ്പ്, നിനക്ക് മുകളിലേക്ക് ചാടാൻ പറ്റുമോ? ആൻഡ് ലാൻഡ് ഓൺ യുവർ ലെഗ്സ്, എന്നിട്ട് നിൻ്റെ കാലുകളിൽ ലാൻഡ് ചെയ്യാൻ പറ്റുമോ? താഴേക്ക് കാലുകളിൽ വീഴാൻ പറ്റുമോ? പൂച്ച താഴേക്ക് വീഴുമ്പോൾ എങ്ങനെയാണ് 4 കാലിലാണ് വീഴുക, അതുപോലെ വീഴാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. വൈ നോട്ട്, ദ ഫോക്സ് ആസ്ക്ഡ്. അപ്പോൾ എന്തുകൊണ്ടില്ല? ദ ഫോക്സ് ആസ്ക്ഡ്, ഫോക്സ് ചോദിച്ചു. ഹി ജംപ്ഡ് ഇൻ ടു ദ എയർ, അങ്ങനെ ഫോക്സ് എന്ത് ചെയ്യാണ്? എയറിലേക്ക് ചാടി, മുകളിലേക്ക് ചാടി. അത് ആ ഒരു പിക്ചറിൽ നമ്മൾ കാണുന്ന പോലെ. ഹി തോട്ട് ഹി വുഡ് ലാൻഡ് ഓൺ ഹിസ് ഫീറ്റ്. അപ്പോൾ ഫോക്സ് ചാടുന്ന സമയത്ത് വിചാരിച്ചത് അവൻ്റെ കാലുകളിൽ തന്നെ താഴെ ഇങ്ങനെ പൂച്ച വീണ് നിൽക്കുന്ന പോലെ കാലുകളിൽ തന്നെ വീഴാൻ പറ്റും എന്നുള്ളതാണ്. തഡ്, ദ ഫോക്സ് ഫെൽ ഡൗൺ. തഡ് എന്നുള്ളത് എന്താണ്? ആ ഒരു ഫോക്സ് വീണ ശബ്ദമാണ്. ഫോക്സ് ഫെൽ ഡൗൺ, ഫോക്സ് താഴെ വീണു. ഹിസ് ബാക്ക് ടച്ച്ഡ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഫോക്സിൻ്റെ ബാക്ക്, പുറംഭാഗം, ടച്ച്ഡ് സ്പർശിച്ചു, തൊട്ടു, ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ തൊട്ടു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഫോക്സിൻ്റെ പുറംഭാഗം അടിച്ച് വീണ ഫോക്സ് തോക്കില്ലേ? തോറ്റു. ഹുറേ, ദ കാറ്റ് ജംപ്ഡ് വിത്ത് ജോയ്. അപ്പോൾ കാറ്റ് എന്താണ്? സന്തോഷം കൊണ്ട് ജംപ്ഡ് വിത്ത് ജോയ്, തുള്ളിച്ചാടി. ഓക്കെ, ഡം ഡം ഡം, ദ കാറ്റ് ഇസ് ദ വിന്നർ, ദ ഡ്രമ്മർ അനൗൺസ്ഡ്. അപ്പോൾ ഡം 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 എന്നുള്ളത് ഡ്രമ്മറിൻ്റെ ബീറ്റ് ആണ്, അതായത് ഡ്രമ്മ് കൊട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ചെണ്ട കൊട്ടി, അല്ലെങ്കിൽ എന്താണ്, പെരുമ്പറ കൊട്ടി. എന്നിട്ട് ദ കാറ്റ് ഇസ് ദ വിന്നർ, കാറ്റാണ് വിജയി എന്ന് അനൗൺസ് ചെയ്തു, ഡ്രമ്മർ അനൗൺസ് ചെയ്തു, പ്രഖ്യാപിച്ചു. ഹിയറിങ് ദിസ് എവറിബഡി ക്ലാപ്ഡ്. അപ്പം ഇത് കേട്ടിട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്തു, എന്ന് വെച്ചാൽ കൈയടിച്ചു. അതായത് കാറ്റ് വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാവരും കൈയടിച്ചു. അപ്പം കാറ്റ് ഈ ഒരു എന്താണ് ഗ്രൗണ്ടിലേക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് പരിഹസിച്ചവരെല്ലാവരും ഇപ്പം കാറ്റ് വിജയിച്ച് നിൽക്കുമ്പോൾ എന്താണ്? കൈയടിക്കുകയാണ് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഹൂ വിൽ ഗോ വിത്ത് ഡ്രമ്മർ ടു ദ പാലസ്. അപ്പോൾ പാലസിലേക്ക് ആരായിരിക്കും ഡ്രമ്മറിൻ്റെ കൂടെ പോവുക എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഓഫ് കോഴ്സ് നമ്മളുടെ കാറ്റ് തന്നെയാണ് അല്ലേ? കാറ്റാണ് അവസാനം വിജയിച്ചത്, അപ്പോൾ കാറ്റാണ് പോവുക. ഹൂ വിൽ ബിക്കം ദ കിങ്സ് പെറ്റ്. ആരാണ് കിങ്ങിൻ്റെ പെറ്റ് ആവുക? കാറ്റാണ് അല്ലേ? പൂച്ചയാണ്. ഓക്കെ, അപ്പം ഇത്രയും ഈ ഒരു സ്റ്റോറി വായിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? വലുപ്പത്തിലല്ല കാര്യം, ബുദ്ധിയിലാണ്. ശക്തി പ്രയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമുക്ക് ബുദ്ധി പ്രയോഗിച്ച് വിജയിക്കാം അല്ലേ? അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.